ഞങ്ങളിന്ന് പോണത് ഒരു വലിയ മല കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മലകളും കുന്നുകളൊന്നുമല്ല, ഇതിനേക്കാളും വലിയ ഭംഗിയുള്ള മല കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. പോണ വഴിക്ക് ഞങ്ങൾ കണ്ടു പശു, ഒരുപാട് പശുക്കൾ. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോൾ ദേ അവിടെ ആടിനെയും പശുവിനെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയി. പക്ഷേ വഴി തെറ്റിയോ എന്നൊരു സംശയം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റേ, ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്ത് അല്ല, എന്തെങ്കിലും വഴിയാധാരം. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മലയും കുന്നൊക്കെ ഇതാണ്. ആധികാരികമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന്റെ തന്നെ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ കാണാൻ ഇത് തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, പച്ചപ്പും നല്ല ഭംഗിയൊക്കെ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഷോ ഓഫ് ഒക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്ന് നീങ്ങുകയാണ്. എനിക്ക് വയ്യേ കുന്ന് കയറാൻ, എനിക്കിതൊക്കെ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് ഷോ കാണിച്ചോളാം. കുന്ത ഫുള്ള് കാറ്റാണ്. ഇതിൽ കൂടെ ഇങ്ങനത്തെ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇത് ഈ ഫോണിൽ കാണുന്നതിലും എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആണ് നമ്മളിത് സ്ഥലം നേരിട്ട് കാണുമ്പം. അതൊക്കെ കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ ചുവട്ടിലിരുന്ന് ഒരു ഓറഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ദേ പാടം എന്ന് തോന്നുന്ന ഒരു സ്ഥലം. ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത്, 10 മില്യൺ ഇയേഴ്സ് ബിഫോർ. ഇപ്പൊ വെള്ളം പോയിട്ടൊരു തുള്ളി മഴ പോലും ഇല്ലല്ലോ. നല്ല രസമുണ്ടല്ലേ. ഇതെന്തീ പെറുക്കണേ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഫുൾ ഇതുപോലത്തെ കുന്നാണ്. ഇതിലൂടെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് നടക്കാനുള്ള മടി കൊണ്ട് ഞാൻ എന്തായാലും ഇതിൽ കൂടെ എന്തായാലും നടക്കുന്നില്ല. ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാന്നുള്ള പ്ലാനാണ്. ഞാൻ തോമസ് കുട്ടി, ബാച്ചലറാ. ഒന്ന് ചിരിച്ചേ, ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. ഇന്നത്തേക്ക് ഇപ്പം എന്തായാലും ഇത് മതി. എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. അപ്പം നമ്മൾ ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്നും പോവുകയാണ് വീട്ടിലേക്ക്. വീട്ടിൽ പോയി എന്തെങ്കിലും ഒന്ന് വയറ് നിറച്ച് കഴിക്കണം. കാരണം ഇവിടെ ഒരു തട്ടുകട പോലും ഉണ്ടായിരുന്നില്ല, ഒരു ചായ കുടിക്കാൻ പോലും. അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക്.